നമസ്കാരം. ജനസംഖ്യ കൊണ്ടും തയ്യാറെടുപ്പ് കൊണ്ടും സാങ്കേതിക വിദ്യ കൊണ്ടും ആത്മീയത കൊണ്ടും പലതിലും ഈ കുംഭമേള ലോകത്ത് ഒന്നാമതാണ്. ഉത്തർപ്രദേശും അവരുടെ യോഗി മഹാരാജും ലോകത്തെ ഞെട്ടിക്കുന്നതെങ്ങനെയാണെന്ന് അറിയണ്ടേ? മകര സംക്രമം മുതൽ ശിവരാത്രി വരെ 1.5 മാസം നീണ്ടു നിൽക്കുന്ന മഹാകുംഭമേളയിൽ 45 കോടി തീർത്ഥാടകർ എത്തുമെന്നാണ് കണക്ക്. 100 കോടി പേർക്കുള്ള സൗകര്യങ്ങളുണ്ട് എന്നാണ് യോഗി പറയുന്നത്. 45 കോടി എന്ന് പറഞ്ഞാൽ ഇന്ത്യ, ചൈന ഒഴിവാക്കി ലോകത്തുള്ള 204 രാജ്യങ്ങളുടെ ആകെ ജനസംഖ്യയേക്കാൾ കൂടുതലാണ് ഇത്. ഇത്രയും പേര് 45 ദിവസം കൊണ്ട് ഈ നഗരത്തിൽ യാത്ര വന്നു പോകും. ആലോചിക്കൂ, എത്ര ട്രെയിൻ, എത്ര വിമാനങ്ങൾ, എത്ര ബസ്സുകൾ, എത്ര റോഡുകൾ, ബസ് സ്റ്റേഷനുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ദേശീയപാതകൾ, സർക്കാരും സ്വകാര്യ ബസ്സുകളും എന്തെല്ലാം സജ്ജീകരണങ്ങൾ നിശബ്ദമായി ഒരുക്കിക്കഴിഞ്ഞു. ഈ കുംഭമേളയുടെ ഭാഗമായി ഏകദേശം 4 ലക്ഷം കോടി രൂപയാണ് പ്രയാഗ്രാജിൻ്റെയും UPയുടെയും GDPയിലേക്ക് സംഭാവന ചെയ്യുക. 4 ലക്ഷം കോടി രൂപ, അതായത് കേരളത്തിൻ്റെ മൊത്തം GDPയുടെ മുന്നിൽ ഒന്ന് വെറും 45 ദിവസം കൊണ്ട് യോഗി കുംഭമേള വഴി കൊണ്ടുവരും. ഏകദേശം $50 ബില്യൺ. ഉത്തർപ്രദേശിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ അത് വികസനമായും തൊഴിലായും ക്ഷേമ പദ്ധതികളായും സാധാരണക്കാരനിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഭക്തരെ പിഴിഞ്ഞ് എടുക്കാതെ അവർക്ക് ലോകത്തെ ഏറ്റവും മികച്ച സൗകര്യങ്ങൾ നൽകിയാണ് പണം വാങ്ങുന്നത്. ഇത് ഡിജിറ്റൽ മഹാകുംഭമേള ഭക്തിയെ ടെക്നോളജി കൊണ്ടും ആധ്യാത്മികതയെ ഡിജിറ്റൽവൽക്കരിച്ചും ലോകത്തിന് തന്നെ നാളെയുടെ മോഡലാണ് ഉത്തർപ്രദേശ് കാണിച്ചു കൊടുക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ AI സെക്യൂരിറ്റി കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം ഒരു പക്ഷേ മഹാകുംഭമേളയിൽ ആവും. ലോകത്തിലെ ഏറ്റവും വലിയ AI എയ്ഡഡ് ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് സെൻ്ററാണ് മഹാകുംഭമേളയിൽ യോഗി ഒരുക്കിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ AI ട്രാഫിക് ആൻഡ് ക്രൗഡ് കൺട്രോൾ സിസ്റ്റം മഹാകുംഭമേളയിൽ തിരക്കും വാഹനങ്ങളും നിയന്ത്രിക്കും. വണ്ടികളുടെ പാർക്കിംഗ് ലോട്ടുകൾ ക്രമീകരിച്ചിരിക്കുന്നത് 10 ലക്ഷം വാഹനങ്ങൾക്കാണ്. അതും ഡിജിറ്റലായി അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നു. അവിടെ കൊണ്ടൊന്നും 40 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം കുംഭമേള ഭൂമിയിലെ അത്ഭുതങ്ങൾ അവസാനിക്കുന്നില്ല. 1.5 ലക്ഷം ടെൻറ്റുകൾ, 1.5 ലക്ഷം ടോയ്ലറ്റുകൾ, 25,000 മാലിന്യ ശേഖരണ ടാങ്കുകൾ, 15,000 ശുചീകരണ ജീവനക്കാർ, 160 മാലിന്യ ശേഖരണ വാഹനങ്ങൾ, 69,000 LED ലൈറ്റുകൾ, 30 താൽക്കാലിക പാലങ്ങൾ, 50,000 പോലീസ് അർദ്ധ സൈനിക വിഭാഗം, 3,000 CCTV ക്യാമറകൾ. തീപിടുത്തം തടയുന്നതിനായി മാത്രം 13,000 കോടി രൂപയുടെ സുരക്ഷാ സംവിധാനങ്ങൾ, 351 ഫയർ എഞ്ചിനുകൾ, 50-ലധികം ഫയർഫോഴ്സ് സ്റ്റേഷനുകൾ, 2,000-ലധികം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, വെള്ളത്തിനടിയിലും ആകാശത്തും ഉപയോഗിക്കുന്ന ഡ്രോണുകൾ. യോഗി ആദിത്യനാഥ് മുന്തിയ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച എലൈറ്റ് ക്ലാസ് അല്ല, തൻ്റെ ഗുരുനാഥൻ തന്നെ ഏൽപ്പിച്ചു പോയ ഗോരഖ്നാഥ് മഠത്തിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ തൻ്റെ 20കളിൽ പുഷ്പം പോലെ കൊണ്ടു നടന്ന ദി പ്രാക്ടിക്കൽ മാനേജ്മെൻറ്റ് സാൽവേർട്ട് ആണ് യോഗി. ഉത്തർപ്രദേശിൻ്റെ യോഗി മഹാരാജ്. നാളെ ഒരുപക്ഷെ ഭാരതത്തിൻ്റെയും. കുംഭമേളയിലെ വിശേഷങ്ങൾ ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല. ഒരുപാട് വിശേഷങ്ങളാണ് കുംഭമേളയെ ചുറ്റിപ്പറ്റി ഉള്ളത്. ഇപ്പോഴും കുംഭമേള നടക്കുകയാണ്. ഇനിയൊരു 40 ദിവസം കൂടെ കുംഭമേള കാണും. അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ ഇനിയും ഉണ്ടാവും. നന്ദി, നമസ്കാരം. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.